ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു പൊമ്മിയപ്പൂ വ്ളോഗ്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് കുറച്ച് ഡേയ്സ് ആയിട്ട് ഭയങ്കരമായിട്ട് പനി പിടിച്ചിട്ട് അതിന് ജലദോഷമായിട്ട് പിന്നെ കഫം കെട്ടിയിട്ട് ചെവി നല്ല വേദന ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡേയ്സിലാണ് ഇപ്പോൾ ഒരു 10-15 ഡേയ്സ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരു 3-4 ഡേയ്സായി എനിക്ക് ഒട്ടും വയ്യ, ക്ഷീണാണ്, പിന്നെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ട്, ഒട്ടും സ്മെല്ലൊന്നും പറ്റുന്നില്ല, ഒരു രീതിക്കൊക്കെ ആയി. അപ്പം പിന്നെ എൻ്റെ പീരിയഡ്സും സ്കിപ്പായിട്ടുണ്ട്, പീരിയഡ്സ് ഡേറ്റ് സ്കിപ്പായിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് 1 മന്ത് കൂടുതലായി. 1 മന്ത് 8 ഡേറ്റിന് 1 മന്ത് ആയി. ഇന്ന് എത്ര ഡേറ്റ്? അപ്പോൾ ഗൈസ്, ഇന്ന് 18 ഡേറ്റ്, 18 ഡേറ്റ്. അപ്പം എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്, എന്തായാലും ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്കെന്തിങ്ങനെ എവിടെ പിന്നെ അല്ലെങ്കിൽ സ്മെല്ല് ഈ റൂമിൻ്റെ പുറത്തൊക്കെ സ്മെല്ല് ഭയങ്കര ഇത്. പക്ഷെ അപ്പനൊട്ടും അങ്ങനെ സ്മെല്ല് പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ സ്മെല്ലാന്നുണ്ടാ അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമായിരിക്കുമെന്ന്. എനിക്കറിയില്ല, എൻ്റെ ഡൗട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആണോ അല്ലേന്ന്. പിന്നെ ഇപ്പം എങ്ങനെ പ്ലാൻഡ് ഒന്നല്ല, പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കുന്നില്ല, അല്ല പ്ലാൻ ചെയ്യുന്ന പോലെ അല്ലേ. അപ്പോൾ ഞാനൊരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എനിക്കറിയുന്നില്ല എന്താ എൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ്, അങ്ങനെ ഒന്നും അറിയുന്നില്ല. പ്രഗ്നൻ്റ് ആയാലും നാട്ടിലേക്ക് പോകേണ്ടി വരും തോന്നുന്നു. പിന്നെ എനിക്കിവിടെ ഒട്ടും പറ്റാത്തൊരവസ്ഥയായി, ഇല്ലെങ്കിൽ എത്ര സ്ട്രഗിൾ ആയാലും ഞാൻ അപ്പനൊപ്പം തന്നെ നിൽക്കും. പക്ഷെ ഇതിപ്പോൾ അപ്പോൾ ഉള്ളപ്പോൾ എനിക്ക് അത്ര ഇതാകുന്നില്ല. അപ്പോൾ പോയ പിന്നെ ഞാൻ ഒറ്റക്കായ പോലെ ഫീൽ ചെയ്യുന്നു. കാരണം മോർണിംഗ് പോയാൽ പിന്നെ വരുന്നത് ചിലപ്പോൾ ലേറ്റ് ആവും, ചിലപ്പോൾ 12 മണിയെല്ലാം രാത്രി. സോ അപ്പനും ശരിക്കൊരു ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഞാനിവിടെ ഒറ്റക്കല്ലേ, ആ ഒരു ഓർമ്മ ഉണ്ടായിട്ട് അതന്നെ ആവും. ഇതിപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. 2 ലൈൻ വന്നാലും ഞാൻ നാട്ടിലേക്ക് മിക്കവാറും കെട്ടിടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു, അറിയില്ല, നോക്കാം. ഇപ്പം പിന്നെ അള്ള തന്നാൽ എന്തായാലും സ്വീകരിക്കും, അത്രയേ ഉള്ളൂ. എനിക്കൊട്ടും പറ്റുന്നില്ല, ഭയങ്കര ഇവിടെ ചൂടെടുക്കുന്നുണ്ട്. ഓക്കെ, വിയർത്തൊലിച്ചു. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഞാൻ യൂറിൻ എടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് മോർണിംഗ് എടുത്ത യൂറിനാണ്. സോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. എന്നാലും ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്. പൊട്ടിക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതിന് ബാക്ക് ക്യാമറയിൽ എടുക്കാം, അപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുമല്ലോ. ഇതാണ് പ്രഗ്നൻസി കിറ്റ്. ഇപ്പം 2 ലൈനും ഇല്ല. എന്നാണ് മറ്റേ യൂറിൻ, എനിക്കറിയാം. അപ്പോൾ താഴെ വെച്ചിട്ട് നോക്കാം. ഓക്കെ, എനിക്കറിയില്ല ഞാൻ ഹാപ്പി ആണോ സാഡ് ആണോ, എനിക്കറിയില്ല ശരിക്കും വന്നത്. തവക്കൽത്തല്ല, അത്രയേ ഉള്ളൂ. നമുക്കിത് ഇട്ട് നോക്കാം. ഇതിലാണ് ഇടുന്നത്. ഏതിൽ യൂറിൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതിൽ ഇട്ടോക്കാം. ഓക്കെ, വേണ്ടത്ര ഒഴിച്ചിട്ടുണ്ട്, എനിക്കറിയില്ല. ജീവൻ വാഴുതേ சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே உன் கைகள் கோர்க்கும் ஓர் நொடி என் கண்கள் ஓரம் நீர் துளி
അപ്പോൾ ഗൈസ് ഞാൻ പ്രഗ്നൻ്റ് ആണ്. 2 ലൈന് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഞാൻ ഇവിടേക്ക് എന്തോ ഇല്ലേ അർജന്റിൽ വന്നത് പ്രഗ്നൻ്റ് ആവാൻ അങ്ങനെ ഒരു തോന്നലുണ്ട് എനിക്ക്. പക്ഷെ അപ്പൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയില്ല. പക്ഷെ 2 ലൈനായി. എനിക്ക് ഒരു 99% ഉറപ്പുണ്ടായിരുന്നു. കാരണം എൻ്റെ പീരിയഡ്സ് സ്കിപ്പായപ്പോഴേ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അപ്പനോട് ഞാൻ ഇങ്ങനെ അടുക്ക് പ്രഗ്നൻ്റ് ആയാലും എന്ത് ചെയ്യോ, ഞാൻ നാട്ടിലേക്ക് പോകണം അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ ഉറപ്പിച്ച അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ എനിക്ക് ഈ സ്മെല്ലെല്ലാം പറ്റാത്ത ഒരവസ്ഥ ആകുമ്പോൾ എനിക്ക് തോന്നും എനിക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് സംഭവിച്ചത് ഈ കാര്യമായിരുന്നു. ഞാനെന്തോ അർജന്റിൽ ബാംഗ്ലൂർ വന്നിട്ട് പ്രഗ്നൻ്റ് ആയിട്ട് പോകുന്ന പോലെ ഉണ്ട്. പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടേക്ക് വന്നത് പോലെ ഉണ്ട്. എനിക്കറിയില്ല എന്താണ് അപ്പോൾ റിയാക്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര റിയാക്ഷൻ ആയിരുന്നു. ഞാൻ ഈ എന്നോട് വന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി അപ്പോൾ വന്നിട്ടുള്ള ശേഷമുള്ള റിയാക്ഷൻ കാണാം. ഞാൻ ഇഫ് ഡോണ്ട് മൈൻഡ് ഞാൻ നല്ല വിയർത്ത് കുളിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ വന്നിട്ടുള്ള റിയാക്ഷൻ എടുക്കാം. ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഉണ്ണിയപ്പു വ്ലോഗ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ഷൂട്ടിന് പോവാൻ റെഡി ആയിട്ടുണ്ട്. സോ വിചാരിച്ച ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാന്ന്. പിന്നെ റീസെൻ്റ്ലി ഞങ്ങളൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പിന്നെ യൂട്യൂബിൽ അത്ര കയറുന്നില്ല, പക്ഷെ റീൽസിൽ അത് നല്ലോണം കയറി. ഇപ്പോൾ നിയർ 1 മില്യൻ്റെ അടുത്തായി, 7 lakh ആയി. 7.5 lakh above ആയി. അപ്പോ അതിൽ കുറെ ആള് കമന്റ് ഇട്ടിന് ഞാൻ പൊട്ടത്തി. നീല് ഞാൻ പൊട്ടത്തിയല്ല. എന്താ ഇവിടെ ബീച്ച് ഇല്ലല്ലേ, അപ്പൊ വീട്ടിൽ സൂര്യന് വാടുത്ത കാട്ടില് മുങ്ങുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ, ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന്റെ ആൻസർ എനിക്ക് അറിയാം. ഞാനേ മണ്ടൻ, കൂടെയുള്ള നീ മണ്ടനായ നമ്മളെങ്ങനെ വളരൂണ? അത് സമയം ഞാനൊരു പ്ലാൻ ആക്കിയത് എന്തായാലും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കത്തി ഇങ്ങനെ ചോദിച്ചെങ്കിൽ അപ്പൻ്റെ റിപ്ലൈ എന്തായിട്ടുണ്ടാവും? ഒബ്വിയസ്ലി അപ്പോൾ എന്തെല്ലായിടത്തും ഓരോരോ സൂര്യൻ വെച്ചിട്ടല്ല, ഒരേ സൂര്യനേ ഉള്ള. അങ്ങനെ അപ്പന്റെ റിപ്ലൈ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അപ്പനോട് അപ്പനോട് പറഞ്ഞത്, ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. അപ്പൊ എന്ത് നേറ്റി അപ്പന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ചോദിച്ചെങ്കിൽ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ തിങ്ക് ആക്കുന്നത് എന്തായാലും അങ്ങനെയല്ല ആൻസർ തരും. അപ്പൊ ശരിക്കും അപ്പൊ എന്നോട് ചോദിക്കുന്നത്, അതന്നെ എനിക്കും അറിയില്ല, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അതന്നെ ഇവിടെ ബീച്ചിലല്ലേ സൂര്യൻ എങ്ങനെ മുങ്ങുന്നത്? അപ്പൊ റിട്ടേൺ ചോദിക്കുന്നത്. ഞാൻ ഷോക്കായി. ഞാൻ ഇതല്ല ആൻസർ പ്രതീക്ഷിച്ചത്. ശരില്ല, നീ എന്ത് പൊട്ടത്തരം ചെല്ലുന്നത്? അപ്പന് ആൻസർ ആണ് ഞങ്ങക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തത്. ഭയങ്കര ബുദ്ധിമുട്ട. എന്നാ ഞാനിങ്ങനെ പൊട്ടത്തരാക്കുന്നത് പൊട്ടത്തര ശരിയാ? അപ്പോ ശരിയാ അല്ല, എന്താ നീ പൊട്ടത്തി ശരിയാ? അതിന് ഒരു ഉപ്പല്ലാന്നല്ലേ, അപ്പൊ ഒരു പൊട്ടത്തര ശരിയാ? ഇത് ഞാൻ മുന്നേട്ട് ടെസ്റ്റ് ആക്കിനി. പക്ഷെ അന്ന് വീഡിയോ എടുക്കുമ്പോ അപ്പൊ ഷേവ് ആക്കിയിട്ടില്ലേ, അങ്ങനെ ഫുള്ള് എന്റെ റേസ് ആയി. ഞാൻ ഫുള്ള് കരിഞ്ഞു. അന്ന് എന്നെ കരയിപ്പിച്ച്. ഞാനിത് പറയാൻ ടെസ്റ്റ് ആക്കിയിട്ട് ഇത് പറയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ ഒരു വീഡിയോ എടുക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, അതേപോലെ കമന്റിന് റിപ്ലൈ ആയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാം. അപ്പൊ ഓക്കെ നല്ല വന്നേ. എന്നിട്ട് അപ്പന്റെ കോലം കണ്ടിട്ട് അപ്പന് ഇത് എന്ത് കോലം ഇങ്ങനെ വീഡിയോ എടുക്കാം ഇങ്ങനെയല്ല എന്റെ റേസായി.
ആ സമയം താടി വളർത്താൻ പറ്റും, പക്ഷെ എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഫുള്ള് അപ്പൊ ഇല്ലേ അപ്പൊ ഞാൻ എന്തായാലും അപ്പനോട് ഇങ്ങനെ പറയാൻ പറ്റൂലല്ലോ, എനിക്ക് എന്തെങ്കിലും ഇത് പറയണമെന്ന്. എന്നിട്ട് ഇന്നാലും പറ്റിട്ട് ഇന്നാലെ അപ്പൂപ്പിയും വന്നിട്ട് ഷേവ് ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടേ. അപ്പൊ വരുമ്പോ ലേറ്റ്. എന്നാലും എന്റെ പ്രതീക്ഷ പോയി, കാരണം എനിക്കിത് ലേറ്റ് ആക്കാനും പറ്റൂല. ഇന്നിപ്പോ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ളത്, പക്ഷെ എന്നാലും ഞാൻ അതൊരു ഫുഡ് നല്ല ഉണ്ടായിട്ടാ പള്ളിക്ക് പോയത്. പിന്നെ ബാംഗ്ലൂരിൽ ലേറ്റ് ചുമ്മാല്ലോ. അപ്പൊ ഫുഡെല്ലാം കൊടുത്തിട്ട് പള്ളി പോയിട്ട് വരുമ്പോക്ക് ഇവള് ഫുള്ള് വോമിറ്റ് ചെയ്തിട്ട് തീരെ വയ്യ. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്ന് പറയുമ്പോ കേൾക്കുന്നില്ല, വേണ്ട 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 തന്നെ പറയുന്നു. ഇപ്പൊ എന്തായാലും ഇത് ഞാൻ ഇതിപ്പോ എനിക്കറിയാം ഞാൻ പ്രഗ്നന്റ് ആയിട്ട്. അപ്പൊ ഇത് ഞാൻ കാണിക്കാതെ ഞാൻ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അവിടെ ബ്ലഡ് ടെസ്റ്റ് ആക്കുമ്പോ അറിയൂ ഞാൻ പ്രഗ്നന്റ് എന്നിട്ട്. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന്. ഇന്ന് ഫുള്ള് വയക്കങ്ങ് കിട്ടി. എന്ത് വേണ്ടാൻ പറയുന്നത്, എന്തെങ്കിലും പോവാ, ഫസ്റ്റ് പോയിട്ട് തന്നെ പോവാ അങ്ങനെ. പക്ഷെ ഇത് നമ്മ ഇപ്പൊ പ്രതീക്ഷിച്ചതൊന്നുമല്ല, നീ ഹാപ്പിയാ? നിന്നെ സൈക്കോലൊരു വരുന്നത് ഇല്ലല്ലേ, ഞങ്ങക്ക് സഹിക്കല് ഒന്നിനെ ഇവിടെ കൈതല്ല. അവളെന്നൊരു കുഞ്ഞിനെ പോലെ നോക്കുന്ന. അപ്പൊ ഇവൾക്ക് 2 കുഞ്ഞുങ്ങളാവും. അപ്പൊ എല്ലാരും ഇതുമായിരിക്കും നല്ല രീതിയില് സെറ്റാണ്. ഇത് ഞാൻ ഇപ്പൊ വേസ്റ്റ് ആക്കും തോന്നില്ല, ഒരു 3 month കഴിക്കും. എത്ര 2 നാളായി ഞാൻ ചെല്ലാത്ത ഇങ്ങനെ. ഞങ്ങൾക്ക് എത്ര ബേജറായി വർക്ക് വിളിച്ചിട്ട് ഞാൻ പറയുന്നു എന്നെ കരയിപ്പിച്ചാല്. കാരണം ഞാനിത് ഇങ്ങനെ ഇത് ഗുഡ് ന്യൂസ് അനൗൺസ് ആക്കുന്ന ടൈമില് ഇങ്ങനെ റേസ് ചെയ്തല്ലോ എന്നോട് ഇങ്ങനെ നേരെ നമുക്ക് വീഡിയോ എടുക്കാൻ, എന്റെ ഈ കോലത്തില് വീഡിയോ എടുക്കുന്ന അങ്ങനെ പറഞ്ഞിട്ട് പറ്റുന്നില്ല. എത്ര കൺട്രോൾ ആക്കിനാ എന്റെ അസുഖമല്ലോ പറ്റുന്നില്ല. പക്ഷെ ഒരു ടൈം ആകുമ്പോ അത് പോന്നു. ഇന്ന് അങ്ങനെ ഫുഡ് കഴിച്ച് ഫസ്റ്റ് ടൈമാണ് ഇന്ന് വോമിറ്റ് ആക്കിയത്. ഇവൾക്ക് ഒരു പ്രൊമോഷൻ വർക്ക് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി. എന്ത് ഷൂട്ടൊന്നും നടക്കാതെ അങ്ങനെ കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ നമ്മളൊരു ഹാപ്പിനെസ് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ആക്കിയത്. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ഫസ്റ്റ് ടൈം അല്ലേ ഞാൻ ഇപ്പൊ പ്രഗ്നന്റ് ആണ്, എന്ത് അത്ര ഇതില്ലാത്തതാണ്. ഇത് പിന്നെ നമുക്ക് രണ്ടാൾക്കൊരു വക ഐഡിയ ഉണ്ട്. എന്തായാലും പീരിയഡ്സ് സ്കിപ്പായി പീരിയഡ്സ് ഇങ്ങനെ സ്കിപ്പായി. പീരിയഡ്സ് ആണ് റെഗുലർ ആയിട്ട്. അപ്പൊ സ്കിപ്പായി. പിന്നെ പറഞ്ഞോണ്ടേ എനിക്ക് വോമിറ്റ് ആവുന്ന പോലെ ഉണ്ട്. അപ്പൊ എന്നെ എനിക്കൊരു അപ്പൊ ഇനി വെറുതെ കോളാക്കുന്നില്ല. അന്നേരം നമ്മ ഹാപ്പി അല്ല തരുന്നത്, നമ്മ വാങ്ങിക്കുന്ന അഭിപ്രായം അല്ല മാത്രം ചെറിയ കാര്യമില്ല നമ്മൾ തന്നു. എന്നാലും ഇൻഷാ അല്ലാ എന്തായാലും നല്ല നിലയിൽ നടക്കട്ടെ. അത്രേന. അപ്പൊ നമുക്ക് പോലെ. ബൈ ബൈ ഗൈസ്.